വിഷമങ്ങളൊക്കെ വരുമ്പോൾ സൂചിച്ചേട്ടന്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയിരുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഫോട്ടോ ഇപ്പം ആ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോയിൽ പോകണമെന്നില്ല. എൻ്റെ റൂമിലെല്ലാം ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് ഫോട്ടോസ്. സൂചിച്ചേട്ടനോട് സംസാരിക്കാറുണ്ടല്ലോ വിഷമം. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പം നമ്മുടെ മകൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സൂചിച്ചേട്ടാന്ന് എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എന്തോ അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയില്ല. എല്ലാം നമ്മൾ സുധിച്ചേട്ടനെ എന്തിനാ അറിയിക്കുന്നതെന്ന് ഓർത്തത്, പുള്ളിക്ക് വിഷമമായാലും. പക്ഷെ എന്നെ കിച്ചു വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ലെന്നാണ് എൻ്റെ ഒരു, ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ സത്യം പറയട്ടെ, എന്നെ ഈ നെഗറ്റീവ് അടിക്കുന്നവരൊന്നും ഞാൻ കാണാറില്ല. അങ്ങനത്തെ കാര്യം അവർ കഞ്ഞി പിടിച്ച് ജീവിക്കട്ടെ എന്നേ ഓർക്കത്തുള്ളൂ. ഇപ്പം പിന്നെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മാനേജറെയും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വെറുതെ അടിച്ച് ആക്ഷേപിക്കുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല. എന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്കറിയാം ആരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീച്ചാണ്. വെറുതെ വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരാണ് തീർത്താത്ത. അപ്പോൾ ആ പുള്ളി അങ്ങനെ പറയത്തുള്ളൂ ഞാൻ അവരെ. അപ്പം എന്ത് ചെയ്യാനാണ് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കറിയില്ല അവരുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാത്തിനും ഒരു അവസാനം വരും, അത് വന്നിരിക്കും. അപ്പം സത്യം എല്ലാം പുറത്ത് വരും. പോട്ടെ, എന്തുവാട്ടെ, എല്ലാത്തിനും ഒരു അവസാനം വരും. ഒരു മനുഷ്യനെ ഇട്ട് എന്നും കൊന്നു എന്നും നമ്മളിങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കാനൊന്നും ഒരു ദൈവങ്ങളും അനുവദിക്കത്തില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, നമ്മളൊരു ദൈവവിശ്വാസിയാണ്. ദൈവത്തെയും പുണ്യാളന്മാരെയൊക്കെ പ്രാർത്ഥിക്കുകയും തിരികത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നും കൊന്നൊന്നും നമ്മളെ വേദനിപ്പിക്കാനോ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്ത് നമ്മളെ കീറി മുറിച്ച് നമ്മുടെ കുടുംബത്തെ എല്ലാം വൃത്തികെട്ട രീതിയിൽ ഇപ്പം തന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഞാനും തമ്മിൽ അവിഹിതമാണെന്ന് വരെ പറഞ്ഞൊപ്പിക്കുവാണ്. എനിക്ക് ഇതിനൊക്കെ ഒരു അവസാനം വേണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബെസ്റ്റ്. അപ്പം അതാണ് മുഴുവൻ ട്രെൻഡിങ്ങിനായിട്ട് ഓടുന്ന പുള്ളിക്കാരി തീർത്താത്താണ്. റീസെന്റ് ആയിട്ട് ഒരുപാട് കമന്റുകളൊക്കെ വരുന്നതിന് രേണു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. മനുഷ്യനല്ലേ, മനുഷ്യനാണോ എത്രയെന്നും കൊണ്ട് നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. ഇവനൊക്കെ അറിയണം, അവനറിയണം. ഇവന്മാർ ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിരിക്കുന്ന കൊടുക്കും. ഞാൻ പറയട്ടെ, ഞാനൊരു മനുഷ്യനാണ്. രേണു സുധി എന്ന് പറയുന്ന ഒരാളൊരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ തന്നെ പലരെ പോലെ തന്നെ ഒരുപാട് ഫീലിങ്സും കാര്യങ്ങളും ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഫീലിങ്സും ഉള്ള ഒരു വ്യക്തിയാണ് രേണു സുധി. പലപ്പോഴും പല മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോഴായിരിക്കും ഇത് കണ്ണിപ്പെടുന്നത്. ഇവനെയൊക്കെ എന്നെ പൂവിട്ട് പൂജിക്കണോ? നിങ്ങൾ പറ, എത്രയെന്നും കൊണ്ടാണ് കേൾക്കുന്നത്? എത്രയെന്നും കൊണ്ട് അവർക്കിത് പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ? പിന്നെ എനിക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം, കമന്റ് സ്വാതന്ത്ര്യം ഒന്നുമില്ലേ? റിപ്ലൈ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ലേ? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിച്ച് കണ്ടത് ചേച്ചിയും അച്ഛനെയും പറഞ്ഞപ്പോഴാണ്. കാരണം എൻ്റെ സഹോദരൻ, എനിക്ക് വേറെ ഒരുപാട് 10, 30, 3, 4 സഹോദരങ്ങളൊന്നും ഇല്ല. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരു സഹോദരിയേ ഉള്ളൂ.